നിങ്ങളിപ്പോൾ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു വ്യക്തിയാണ് ഈ ലോകത്തിലെ ലക്കിയസ്റ്റ് ആൻഡ് അൺലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. ഫ്രാൻസ് അലാക്ക് എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി 1913 ഒരു ട്രെയിനിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ ട്രെയിൻ ട്രാക്കിൽ നിന്ന് തെറ്റി താഴെ വീഴുകയും ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. ആ ട്രെയിനിൽ ഉണ്ടായിരുന്ന 17 പേര് മരണപ്പെടുന്നു. ഇദ്ദേഹത്തെ ആരെന്ന് പോലും അറിയാത്ത ഒരു വ്യക്തി രക്ഷപ്പെടുത്തുകയാണ്. അടുത്ത 1963 ആദ്യമായിട്ട് ലൈഫിൽ ഒരു ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തപ്പോൾ ആ ഫ്ലൈറ്റിന്റെ ഡോറ് ആക്സിഡന്റലി തുറന്ന് ഇദ്ദേഹം താഴേക്ക് വീഴുകയാണ്. എന്നാൽ നേരെ താഴേക്ക് വീണത് ഒരു അഗ്രികൾച്ചറൽ ഫാമിലിക്ക് ആയതുകൊണ്ട് അവിടെ അടുക്കി വെച്ചുന്ന പുല്ലിന്റെ പുറത്ത് വീണ് ഇദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. എന്നാൽ ഇദ്ദേഹം ട്രാവൽ ചെയ്ത ആ പ്ലെയിന് ക്രാഷ് ലാൻഡ് ആവുകയും അതിൽ 19 പേര് മരണപ്പെടുകയും ചെയ്യുന്നു. ഇത് കഴിഞ്ഞ് കറക്റ്റ് 3 വർഷത്തിന് ശേഷം വീണ്ടും ഇദ്ദേഹം ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആ ബസ് ആക്സിഡന്റ് ആയി റിവറിലേക്ക് വീഴുകയും അവിടെയും 4 പേര് മരണപ്പെടുന്നു. അവിടെ നിന്നും ഇദ്ദേഹം രക്ഷപ്പെടുകയാണ്. ഈ സംഭവത്തിന് ശേഷവും ഇദ്ദേഹത്തെ ബസ് ഇടിക്കുന്നുണ്ട്, ട്രക്ക് ഇടിക്കുന്നുണ്ട്. എന്നാൽ അവിടെ നിന്നെല്ലാം ചെറിയ മുറിവുകളോടെ ഇദ്ദേഹം വീണ്ടും രക്ഷപ്പെടുകയാണ്. അവസാനം ഇദ്ദേഹത്തിന്റെ 73ാമത്തെ ബർത്ത്ഡേ കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷം ഇദ്ദേഹം ഒരു ലോട്ടറി എടുക്കുകയും അതിൽ ഏകദേശം $1.1 മില്യൺ ക്യാഷ് പ്രൈസ് വിൻ ചെയ്യുകയും ചെയ്യുന്നു.